ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു കുക്കിംഗ് വീഡിയോ ആയാലോ. ഇതാണ് ചീരത്താളിപ്പ്. ഞങ്ങളുടെ മലപ്പുറംകാരുടെ സ്പെഷ്യലാണ്. ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ താളിപ്പ് റെഡിയാക്കാം. ആദ്യം നമ്മളൊരു പാന് അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് ചെറിയുള്ളി, വലിയ മുളക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കുക. ഇതൊന്ന് വഴണ്ടി വരുമ്പോഴേക്കും നമുക്ക് കറിക്ക് ആവശ്യമുള്ള കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇത് നന്നായിട്ട് ബോയിൽ ചെയ്യാൻ വിടണം. അതെന്തിനാന്ന് വെച്ചാൽ മുളകിൽ നിന്നുള്ള എരിവെല്ലാം ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ഇറങ്ങണം. അത് നമ്മുടെ കറിക്കൊരു പ്രത്യേക രുചി കൊടുക്കും. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചീരയില അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് പച്ചച്ചീരയായാലും കുഴപ്പമില്ല, ചുമന്ന ചീരയായാലും കുഴപ്പമില്ല. ഇനി ചീരയ്ക്ക് പകരം മുരിങ്ങയില ആഡ് ചെയ്താലും കുഴപ്പമില്ല. എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇത് കുറച്ച് നേരം നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോഴേക്കും നമുക്ക് കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് വരാം. ഈ പൂവുകളൊക്കെ എൻ്റെ വീട്ടിലുണ്ടായതാട്ടോ. ഈ മയിൽ കണ്ടോ, ഈ മയിൽ പീലി വിടർത്താൻ പോവായിരുന്നു. അപ്പോഴേക്കും പട്ടി കുറച്ചപ്പോൾ ആ മൂടങ്ങ് പോയി തോന്നുന്നു. ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടാവും. നമുക്കതൊന്ന് പോയി നോക്കാം. ഇതാ നന്നായിട്ട് തിളച്ച് ചീരൻ്റെയിലൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് വെന്ത് വരുമ്പോൾ ഒരു സ്മെല്ല് വരാനുണ്ട്. അതെങ്ങനെയായാലും ഞങ്ങൾക്കൊക്കെ ഒരു നൊസ്റ്റുമാണ് കേട്ടോ. മലപ്പുറംകാരെന്തായാലും ഈ കറി കഴിച്ചിട്ടുണ്ടാവും. കാരണം മലപ്പുറത്തെ സ്പെഷ്യലാണത്. വേറെ ആരെങ്കിലും ഈ കറി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ കറിയൊക്കെ റെഡിയായി. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തിട്ട് ഈ കറി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ കറി ആരും ട്രൈ ചെയ്യാൻ മറക്കരുത്. കാരണം അത്രയ്ക്ക് സിമ്പിളാണിത് ഉണ്ടാക്കാൻ. ടേസ്റ്റ് ആണെങ്കിലോ പറയും വേണ്ട കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ ഞെക്കിയിട്ട് കൂടെ കൂടിക്കോളൂ കേട്ടോ.